കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയം പ്രിയപ്പെട്ടവരെ അഭിസംബോധന കർത്താവിന് തന്ന നല്ല സാവകാശങ്ങൾ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 69-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 69-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വേദഭാഗം. എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകും. സങ്കീർത്തനക്കാരൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു വിഷയത്തിനകത്ത് താൻ പ്രതീക്ഷിച്ച സമയത്ത് മറുപടികൾ കിട്ടാത്തത് കൊണ്ട്, തൻ്റെ ഭാരങ്ങൾക്ക് മറുപടി കിട്ടാത്തത് കൊണ്ട് താൻ പറഞ്ഞ പദമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. കർത്താവിന് സ്തോത്രം. ഇന്നൊട്ടനവധി പേർ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യഭാഗമാണിത്. ഞാൻ പ്രാർത്ഥിച്ച് പലപ്പോഴും ഞാൻ തളർന്നു പോകുന്നു. പലപ്പോഴും ഞാൻ വിശ്വാസം പോലും ത്യജിക്കുന്ന നിലവാരത്തിലേക്ക് പോകുന്നു എന്ന് ഒട്ടനവധി പേര് പറയാൻ, അല്ലെങ്കിൽ ഹൃദയത്തിൽ ചിന്തിക്കുന്നൊരു വിഷയമാണ്. മറ്റുള്ളവരുടെ പല വിഷയങ്ങൾക്കും മറുപടി കിട്ടിയിട്ട് എൻ്റെ വിഷയത്തിന് മറുപടി കിട്ടുന്നില്ലല്ലോ എന്ന് വേദനപ്പെടുന്ന ഒട്ടനവധി പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അസൂയ മുഖാന്തരമല്ല, തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത് കൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരുന്ന പലതിനും പല മറുപടികളും കിട്ടാത്തതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരനും അതേ പദം തന്നെയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, താൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രതീക്ഷിച്ചിരുന്നത്, തൻ്റെ ലൈഫിൽ എന്താണ് പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ വായിക്കുവാനിടയത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. 2, ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ദൈവത്തിന് സ്തോത്രം. 3, വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. 4, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. 5, ഞാൻ തളർന്നിരിക്കുന്നു. 6, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. നാം വായിച്ചു കേട്ട ദൈവവചന ഭാഗത്തിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ 6 കൂട്ടം കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എൻ്റെ പ്രാണൻ നഷ്ടപ്പെടുന്ന നിലവാരത്തിൽ വെള്ളം, ആമേൻ സ്തോത്രം, എൻ്റെ പ്രാണനോട് എത്തുകയാണ്. എന്നിട്ടാണ് താൻ ആ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. വളരെ പ്രതീക്ഷയോടെ താൻ കാത്തിരുന്ന പലതിനും മറുപടി കിട്ടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഒട്ടനവധി പേർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. വളരെ പ്രതീക്ഷയോട് ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുന്ന പല വിഷയങ്ങൾ വിശുദ്ധവേദ പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രതീക്ഷകൾക്കു മീതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശുദ്ധവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 1-2 ഭാഗങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, 3 മാസം മോശ എന്ന കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ച് ഇനി ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞാങ്ങടെ പെട്ടകമുണ്ടാക്കി അതിലേക്ക് വെച്ച് പ്രതീക്ഷകൾ അസ്തമിച്ച് ഇനി പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ല എന്ന് പറഞ്ഞ് നൈൽ നദിയിലേക്ക് കൊണ്ടൊഴുക്കുമ്പോൾ അപ്പനും അമ്മയെല്ലാം തിരിഞ്ഞു പോവുകയാണ്, പ്രതീക്ഷകൾ അസ്തമിച്ച്. പക്ഷെ മനുഷ്യൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളത്, ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം വെളിപ്പെടുമെന്നുള്ളത് സ്പഷ്ടമായ ഇവിടെ തെളിവ് സഹിതം കാണിക്കുകയാണ്. ഇനി മോശക്കുഞ്ഞിനെ കാണാൻ കഴിയത്തില്ല, അവൻ അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്തത് പുതിയൊരാരംഭത്തെക്കുറിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നെയും പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ശീമോൻ പത്രോസിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കും, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസിൻ്റെ കണ്ടം ഇടറി.
നെഞ്ച് തകർന്നൊരു മറുപടി ആയിരിക്കാം താൻ പറഞ്ഞത്. ഇല്ല കർത്താവേ, ഇല്ല. കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചെന്നുള്ളത് ന്യായമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ തനിക്ക് പരിചയമുള്ളൊരു വലിയ മേഖലയായിരുന്നു. തൻ്റെ പരിചയം അവിടെ പരാജയപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തീരെ തടയാൻ കഴിയാതെ, എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര സ്തോത്രം പ്രവർത്തിച്ചിട്ടും, എത്ര വിശ്വസിച്ചിട്ടും, എത്ര കാത്തിരുന്നിട്ടും, എത്ര പ്രതീക്ഷിച്ചിട്ടും ശുശ്രൂഷയിൽ ഉയരാൻ കഴിയാതെ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഉയരാൻ കഴിയാതെ, തൻ്റെ ഭൗതിക ആത്മിക മേഖലകൾക്കൊക്കെ ഉയരാൻ കഴിയാതെ ഇടറിപ്പോയവരാണ്, തകർന്നു പോയവരാണ്, കണ്ണു മങ്ങിപ്പോയവരാണ്. ഈ സമയം പരിശുദ്ധാത്മ പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ പരിചയങ്ങളെ പരാജയമാ മാറിയപ്പോൾ യേശു തേടി വരുവാനിടയായി. ഒരു രാത്രി മുഴുവനും തൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമല്ലാത്ത ഒരു മേഖല പത്രോസിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. പക്ഷേ അതികാലത്ത് യേശു അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. വായിക്കുന്ന പുലർച്ചെ യേശു പത്രോസിൻ്റെ അടുക്കൽ ചെന്നു. എൻ്റെ കുഞ്ഞിന് തളരരുത്. കഴിഞ്ഞ രാത്രി മുഴുവനും തൻ്റെ അധ്വാനം, തൻ്റെ പരിശ്രമം, തൻ്റെ എക്സ്പീരിയൻസ് പരാജയത്തിലായി മാറി. തകർച്ചയുടെ വക്കി നിൽക്കുകയാണ്. പക്ഷേ പത്രോസിൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി യേശു അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചു. ദൈവത്തിന് ഇഷ്ടം. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ വേറെ പ്രതീക്ഷയോടെ നമ്മുടെ ശുശ്രൂഷയിൽ, മിനിസ്ട്രിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, ജോലി സാഹചര്യങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചവരായിരിക്കുക. വിശ്വസിക്കാൻ തയ്യാറാവുക. പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു മറുപടിയും കിട്ടുന്നില്ലല്ലോ കർത്താവെന്ന് പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സമയം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ എൻ്റെ അടുക്കിലേക്ക് ഇന്ന് ഈ സമയം തുടങ്ങി വരും. പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥനയിൽ തുടരുക. 21 സങ്കീർത്തനം 3 വാക്യത്തിൽ എപ്രകാരമാണ് പറയുന്നത്? നന്മയുടെ അനുഗ്രഹങ്ങളാൽ അവൻ നമ്മെ എതിരേൽക്കും. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് പലതും നടക്കാത്തത് കൊണ്ട് നമ്മൾ തളരാനിടയായിത്തീർന്നു. തളരുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ കാര്യം ഈ സമയം ചലിക്കുന്നുണ്ട്. വചനത്തിൽ നിലനിന്നുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രതീക്ഷയോടെ മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.